കുറച്ച് കുറവാണല്ലോ. 40 മേടിക്കില്ല. ഈ ബൾബ് 2 ബൾബ് 30 റുപ്യ. കറണ്ട് ബില്ല് അടച്ചു കറണ്ട് ബില്ല് അതിന്റെ റെസീറ്റ് അത് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്താൽ നമുക്ക് 2 ഷേപ്പിലുണ്ട് തരും. കഴിഞ്ഞ ഇന്നത്തുണ്ടല്ലേ? ഇന്നല്ലേ? നാളെ അതൊരു 10-15 ദിവസം അടുത്ത ബില്ല് ചെന്നാ കിട്ടുന്ന പറഞ്ഞു. ഇന്നിപ്പോ അവിടുന്ന് പറഞ്ഞത് അങ്ങനെ. അല്ല നാളെ കൂടി അവിടെ കൊടുക്കും. നാളെ കൂടി പോയി കൊടുക്കും. പിന്നെ മറ്റന്നാൾ മുതലേക്ക് നമ്മള് ഈ കറണ്ട് ബില്ല് വന്നിട്ടുണ്ടോ? അല്ല അടുത്ത കറണ്ട് ബില്ല് വരുമല്ലോ. തേങ്ങ നിങ്ങൾ പറഞ്ഞോളൂ. ഇത് നല്ല കാര്യമല്ലേ പറഞ്ഞു, ആവശ്യമില്ലാത്തൊന്നല്ലോ. അടുത്ത കറണ്ട് ബില്ല് വരുന്നതിന്റെ ഉള്ളില് നമ്മൾ പോയിട്ട് അടച്ചാൽ ഈ ബില്ല കാണിച്ചെടുത്ത കാശ് അത് താരം കിട്ടും. അല്ല പേടിച്ചിട്ട് അവിടെ ഇരിക്കാത്ത എന്താ നല്ല കാര്യമല്ലേ പറഞ്ഞത്, ജനങ്ങൾക്ക് അറിയിച്ചു. നമ്മളിവിടെ കൊടുത്തു തന്നില്ലേ? ഇവിടെ കൊടുത്തു തന്നില്ലേ? ചെക്ക് ചെയ്യാതെ ഇവിടെ ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ 6 നിങ്ങൾ ഈ 10 എവിടെ കൊണ്ടുവരുന്നത്? അല്ല ജാവിക്ക് ഒരു ബൾബ് കൊടുക്കണത്രേ. മോനെ ഞാൻ കൗച്ചിക്കാലത്തോണ്ട് ഇപ്പഴെ കിട്ടിയിട്ട് പോയി. ഞാന് അബ്ദുവിനോട് മേടിക്കില്ല മനോട്ട് ആ മേടിച്ചു പറഞ്ഞു. അപ്പത്തിന് പ്രോ അലക്കിക്കണേ മുന്നാലെ എത്താത്ത സ്ഥലമില്ല. ആ രസം മറ്റാളൊക്കെ ഇവിടെ തന്നെ ഇൻഫർമേഷൻ 12 ഞാൻ ഇപ്പോഴും 2 ബില്ല് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഉസ്മാൻകാട് ചോദിച്ചിട്ടുണ്ട്. തരണ്ടു വന്നു. ഉസ്മാനൊക്കെ വാങ്ങൂലേ നിങ്ങൾക്ക് വരില്ല. രാത്രി പൂരാ നിങ്ങൾ തുപ്പലും ചെലവാക്കണ്ട. നിങ്ങൾ അവിടെ ഇരുന്നോളൂ. തുപ്പലത്തിന്റെ കാര്യമൊക്കെ മനസ്സിലായില്ല. വർത്താനം പറയേണ്ട കാര്യമില്ലല്ലോ. വർത്താനം പറയണ്ടല്ലോ. ഇത് 2 അല്ല അത് അല്ലാതെ ഈ ബില്ല് കൊണ്ടുപോയിക്കോ എന്നിട്ട് ഈ മേടിച്ചോന്ന് പറയോ? ഞാൻ എന്നോട് ചോദിച്ചാലേ കിട്ടുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഇതാണ് നമ്മുടെ ആള്, മെയിൻ ആള്. ഒരാനുകൂല്യം വെറുതെ ഇല്ലടോ. എന്തിനാന്ന് നമുക്ക് എന്താ ആനുകൂല്യം നമുക്ക് പിടിച്ചു മേടിക്കാൻ പറ്റുള്ളൂ. അർഹിച്ചത് മേടിക്കുക, അറിയിക്കപ്പെടാത്തത് വേണ്ട. ഒറ്റം വായിക്കുമ്പോ 2 ബൾബുണ്ട്, 2 പീസ് ആക്കി കൊടുന്നു. വീട്ടില് കത്തനോളമായിരുന്നു. 2 പീസാക്കി എവിടെ അവര് നമ്മൾ കൊണ്ടുവന്ന ബൾബില്ലേ കത്തിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കി കൊടുത്ത് കറണ്ട് ബില്ല് ഈ പ്രാവശ്യം വന്നിട്ടുള്ള ബില്ല് അടച്ച് അതിന്റെ റെസീറ്റും ആ ബില്ലും കൂടി വന്നാലേ സാധനം കിട്ടുള്ളൂ. നിങ്ങൾ വെറുതെ വരി നിൽക്കണ്ട. അപ്പൊ ഞാൻ പോയി ചോദിക്കട്ടെ. അപ്പൊ അവിടെ സെന്ററിൽ 2 ചെക്കന്മാർ ഇരിക്കുന്നുണ്ട്. ആ ചെക്കന്മാരോട് ചെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത്ര പഴയ ബില്ലുണ്ടായാൽ മതി. ഞാൻ പിന്നെയും പറഞ്ഞു അത് പറ്റില്ല, നിങ്ങൾ പുതിയ ബില്ലടച്ചോ. പുതിയ ബില്ലടച്ചിട്ട് ആ ബില്ലിന്റെ റെസീറ്റും ആ ബില്ലുമായിട്ട് വന്നാൽ മതി, എന്നാലേ വരി നിന്നിട്ട് കാര്യമുള്ളൂ. അവര് പിന്നെ അവിടെ ചെന്നു. അപ്പോഴും ഈ ചെക്കന്മാര് തന്നെ പറഞ്ഞു കൊടുത്തു. പിന്നെയും വന്നു നിങ്ങൾ എന്ത് തേങ്ങാനും വേണ്ട വരിയിൽ നിന്ന് ഇതിന്റെ ബാക്കിലാ. അവരവിടെ വന്ന് ഉള്ളി വന്ന് അവര് പിന്നെ ബൾബൊക്കെ കൊടുത്ത് അവര് ബില്ലൊക്കെ മേടിച്ചു നോക്കിയപ്പോ അവരോട് പറഞ്ഞ് ഇത് പറ്റില്ല, പുതിയ ബില്ല് അടച്ച റെസീറ്റ് വേണം, ബില്ലും വേണം പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്ത് അവര് തിരിച്ചു പോരാ. അപ്പൊ അവരോട് പറഞ്ഞു നിങ്ങൾ നാളെ ബില്ല് അടച്ചിട്ട് നിങ്ങൾ നേരിട്ട് പോയി വരിയിൽ നിൽക്കണ്ട, നേരിട്ട് പോയിട്ടില്ല. പുതിയ ബില്ല് ഇപ്പൊ പുതിയ കറണ്ട് ബില്ല് വന്നില്ലേ, ആ കറണ്ട് ബില്ല് അടക്കും. പറ്റില്ല, ആ ബില്ലല്ലേ എല്ലാവരും ബില്ല് അടക്കണല്ലോ. ഇപ്പൊ പനിയില് വന്നത് നമ്മൾക്ക് അവർക്ക് 3-ാം മാസം ബില്ല് വന്നാ 3-ാം മാസം വന്നിട്ടുള്ള ബില്ല് 4-ാം മാസത്തിലാ. 4-ാം മാസം എന്നിട്ട് അവര് പിന്നെ ഇവിടെ
3-ാം മാസത്തിൽ ബില്ല് വന്ന്. ആ 3-ാം മാസത്തെ ബില്ല് 4-ാം മാസത്തിലാണ് ഇവിടെ കൊടുത്തിരുന്നത്. അപ്പൊ ലാസ്റ്റ് അടച്ചുള്ള ബില്ല് പറഞ്ഞാൽ ബില്ലടച്ച കഷ്ണങ്ങളൊക്കെ ഉടച്ചിട്ട് പോയി. അത് കൊണ്ടുപോകണം. ഇന്ന് ലാസ്റ്റ് വീണ്ടും അത് ആൾക്കാരെ ശല്യം ചെയ്യും. ബില്ല് മേടിക്കണില്ല. ഇനി CFL ഇന്നല്ല നാളെന്നല്ല, നിങ്ങള് അടുത്ത ബില്ല് വരുന്ന വരെ നിങ്ങൾ മേടിക്കണില്ല മാത്രം തന്നാ മതി. വീണ്ടും ഉസ്മാൻകാക്ക് ഇങ്ങോട്ട് ഷേവ അത്യാവശ്യമായി. അതോ അനക്കുള്ളതൊക്കെ ആയി, ഇന്റർനെറ്റിൽ വിടാനുള്ളതൊക്കെ ആയി. ഇനി പോയിക്കോ മതി. പക്ഷെ ഇത് അറിഞ്ഞിട്ടാവും ആൾക്കാർ അങ്ങോട്ട് ബൾബായിട്ട് പോവാ. ഇത് വിട്ടുകൊടുത്തിട്ട് ഇത് കണ്ടിട്ട് ആൾക്കാര് ചാലശ്ശേരിക്ക് ബൾബാകാൻ പോവും. അന്നൊന്ന് കാണോ കഴിഞ്ഞില്ല എന്റെ കാണല്. നിങ്ങൾ ഓടിയത് 2 മണിയാകുമ്പോ ഞങ്ങൾ വരുമ്പോ ഓടിയതിനെ ഞാൻ 2 ബില്ല് കിട്ടി, 2 ബില്ലായിട്ട് പോയി. 3 അപ്പനെ കിട്ടണ്ടേ? CFL മേടിച്ചില്ലേ? ബില്ല് കാശ് എന്നാ അടച്ചോണ്ടും, അല്ലാതെ കാശ് കയ്യിൽ നിന്ന് എടുത്തിട്ട് ബില്ലടക്കാൻ പരിപാടില്ല. 2 ബൾബ് വരെ 100 പേരും. വേണ്ട ഇജിടുത്തോ, 4 ബൾബ് വരെ 100. വേണ്ട ഇജിടുത്തോ. 4 ബൾബ് വരും 100 പേര്. നല്ല അവിടെ പോയി മേടിച്ചോണ്ടേ നടക്കണ 2 കണ്ടില്ല. റസാക്ക് നാളെ പോണ്ടാ പണി എനിക്ക് നാളെ പോവാ അല്ലേ? പണിക്ക് വേണ്ടേ? അല്ല എന്റെ അടുത്തൊന്നും ഇന്നലെ ഉച്ചക്ക് വിളിച്ചിട്ട് അച്ഛനൊക്കെ ഓടി രക്ഷപ്പെട്ടു. चाय मर्ची। कल रात को कौन बुलाया? हाँ तुम किधर का है? ओडिशा का है? मैं केरला से बोल रहा। अबू हाँ बोलो क्या है? ഉസ്മാനാട് കറി അബുബായി हाँ നിന്നെ വിളിച്ച